റസൂലുള്ളാഹിനെ മനസ്സിലാക്കാതെ പോവല്ലേ പ്രിയപ്പെട്ടവരെ. ആരാ നമ്മളെ കൈപിടിക്കുന്നതെന്നറിയോ? ആ വഴിയിലേക്ക് ഞാനും നിങ്ങളും കടന്നു പോവുകയാ, ആ വഴിയിലേക്ക് ഞാനും നിങ്ങളും കടന്നു പോവുകയാ. നൂഹ് നബിയോട് പറയുകയാ, നൂഹ് നബിയേ അലാ തശ്ഫഅ ലനാ ഇലാ റബ്ബിക. അങ്ങയുടെ റബ്ബുണ്ടല്ലോ, 950 വർഷക്കാലം അങ്ങേക്ക് ആയുസ് തന്ന, ഈ ഭൂമിയിൽ ജീവിപ്പിച്ചിട്ട് സകല സൗകര്യങ്ങളും ഒരുക്കി തന്ന നൂഹ് നബിയേ, ഞങ്ങൾക്കൊന്ന് ശുപാർശ ചെയ്യാമോ നൂഹ് നബിയേ? ആ സമയത്താണ് നൂഹ് നബിയും പറയുന്നത്. എന്താണ് പറയുന്നത്? ഞാനും നിങ്ങളും കാത്തു നിൽക്കുകയാ. ചെറുപ്പക്കാരാ, എന്റെ പൊന്നു പെങ്ങളെ, നബിദിനത്തിലേക്ക് പുതിയ ഡ്രസ്സ് വേണം. ഭർത്താവിനോട് പറയുകയാണ്. പോയിട്ട് വരുമ്പോ ഡ്രസ്സും കൊണ്ടുവരുന്ന ഭർത്താവ് അല്ലേ, എന്ത് കുറവുണ്ട് പെങ്ങളെ? ഡ്രസ്സിന് കുറവുണ്ടോ പെങ്ങളെ? നിങ്ങൾക്കൊന്തേ കുറവുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ? ഇന്ന് വരെ പട്ടിണി കിടന്നിട്ടുണ്ടോ നിങ്ങൾ? ഇന്ന് വരെ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ടോ? കഷ്ടപ്പാടിന്റെ നൊമ്പരത്തിന്റെ വേദനയുടെ സങ്കടത്തിന്റെ എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട താടി നിറച്ച ഉപ്പമാർക്ക് പറയാനുണ്ടാകും പഴങ്കഥകള്. അതല്ല, വർത്തമാന കാലഘട്ടത്തിന്റെ കഥയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ആരോരുമില്ലാത്ത മഹിഷറ, ആ മഹിഷറയിലെ യഥാർത്ഥ പ്രവാചകനാരാ? നൂഹ് നബി പറയുകയാ, ഇന്ന റബ്ബി ഗളിബൽ യൗമ ഗളബാ, ഗളിബൽ യൗമ ഗളബാ. എന്റെ റബ്ബ് കോപിഷ്ഠനാണ്. പോനാശ്ശേരിയിലുള്ള മുള്ളംകുന്നിലുള്ളവരെ നമ്മളോട് പറയുകയാ, ഇന്ന റബ്ബി ഗളിബൽ യൗമ ഗളബാ ലം യഗ്ലബ് ഖബ്ലഹു മിസ്ലാ. അല്ലാഹുവിന്റെ പ്രവാചകനായ നൂഹ് പറയുകയാ, ഇങ്ങനെ എന്റെ റബ്ബ് കോപിച്ചിട്ടില്ല സമൂഹമേ. وإنه قد كانت لي دعوة بها على قومي. ഞാനും തെറ്റ് ചെയ്തു പോയി. സഹോദരങ്ങളെ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാര്യമാണ് പറയുന്നത്. എന്റെ റബ്ബ് ഇന്ന് വരെ കോപിച്ചിട്ടില്ല, ഞാനും തെറ്റ് ചെയ്തു പോയി. വെള്ളത്തിൽ മുങ്ങി താഴുന്ന എന്റെ മകനെ ഞാൻ വിളിച്ചു, മകനെ കപ്പലിൽ കയറടാ. മകൻ കേറിയില്ല.